നമ്മളൊരു യാത്ര ചെയ്യുമ്പം ആ യാത്രയിലെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് സാധാരണ ചെയ്യാറ്. ഇന്നും ഞാൻ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് വയലടേ പോകുമ്പോൾ. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കൂടെ മനോഹരമായ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വയലടയിലോട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ഇത് നിർബന്ധമായും കണ്ടിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു യാത്ര പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര. ഇപ്പോൾ രാവിലെ 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നടക്കണം ബസ് കയറാനായിട്ട്. ഇപ്പോൾ രാവിലെ 6:35 നമ്മൾ ഇവിടുന്ന് ബസ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വയനാട് യാത്ര പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുക, ഇക്കോ ടൂറിസമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയില്ല, റെഡ് അലർട്ട് ആയതുകൊണ്ട്, മഴ കാരണം. അപ്പോൾ തൽക്കാലം നമ്മളപ്പോൾ കോഴിക്കോട് തന്നെ ഒരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, മഴക്കാലത്തൊക്കെ കാണാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് വയലട. അപ്പം വെൽക്കം ബാക്ക് ടു റോയ് 3R വീഡിയോസ്. ഞാൻ പോണത് ഒറ്റയ്ക്കാണ്, അതും ബസ്സിലൊക്കെയാണ് നമ്മൾ പോവുക. അപ്പം കോഴിക്കോട് നിന്ന് എങ്ങനെ അവിടെ എത്തിച്ചേരാം, അതുപോലത്തെ അവിടുത്തെ കാഴ്ചകൾ എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, എല്ലാവരും കണ്ടോളൂ. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ വല്ല ബൈക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ബൈക്കിൽ കയറി പോവാം. പിന്നെ വയലടയിലൊക്കെ മഴക്കാലത്ത് നമുക്ക് ഇന്നെനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് വയലടയിലോട്ട്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ പ്രവേശനം ഉണ്ടോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ചമ്മീൻ ആരെങ്കിലും വരേണ്ടി വരും, ഇല്ലെങ്കിൽ കണ്ടിട്ട് വരാം. എന്തായാലും കാണാൻ പറ്റിയ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പങ്കുവെക്കാം. ഒരു ബസ് വരുന്നു. നമ്മളിപ്പോൾ ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:55 ആയിട്ടുണ്ട്. 7:20 താമരശ്ശേരിയിൽ നിന്നും വയലടയിലോട്ടൊരു KSRTC ബസ്സുണ്ട്. അത് ബാലുശ്ശേരിയിലെത്തും. നമ്മളപ്പോൾ ആ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ആ ബസ് കിട്ടിയില്ലെങ്കിലും വേറൊരു മാർഗ്ഗമുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നമുക്ക് സമയമുണ്ട്, അപ്പോൾ ഒരു ചായ കുടിക്കാം. ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ ഒരു ലഘുവായിട്ടൊരു ചായ കഴിച്ചിട്ട് കാത്തിരിക്കാം. ചായക്കടി നമ്മളപ്പോൾ ഒരു ചായയും ഉള്ളിവടയും കഴിച്ചു. ഇനി നമ്മൾ ബസ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ബസ് എത്തും എന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് ബാലുശ്ശേരിക്ക് ഏത് സമയത്തും ബസ് ഉണ്ട് കേട്ടോ. ബാലുശ്ശേരിയിൽ നിന്നാണ് നമുക്ക് വയലട പോകാനുള്ളത്. ഇപ്പോഴേ സമയം 7:45 ആയി. നമ്മൾ പറഞ്ഞ ബസ് ഇതുവരെ വന്നില്ല. അപ്പോൾ KSRTC നമ്മളെ പറ്റിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു പ്ലാൻ ബി തിരഞ്ഞെടുക്കാം. നമ്മുടെ തലയാട് ബസ്സിന് കയറിയിരിക്കുകയാണ്. ബാക്കി കഥകൾ വഴിയേ വന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഞായറാഴ്ച KSRTC ബസ് വയലടയിലോട്ട് സർവീസ് നടത്തുന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു മാഡം, താമരശ്ശേരി ഡിപ്പോയിൽ. അപ്പോൾ ഞാൻ താമരശ്ശേരിയിൽ നിന്ന് വരുന്ന ബസ്സായതുകൊണ്ട് അവിടേക്ക് വിളിച്ചു ചോദിച്ചപ്പം മാഡം പറഞ്ഞു ഞായറാഴ്ച മാത്രം വയലടയിലോട്ട് ആ ബസ്സില്ലാന്ന്. അല്ലാത്ത ദിവസങ്ങളിൽ 7 മണിക്ക് അവിടെ നിന്ന് എടുത്ത് 7:30 ആകുമ്പം ബാലുശ്ശേരിയിൽ നിന്ന് പോകും. ഇപ്പം വട്ടോളി ബസാറിലാണ് ബസ് എത്തിയിരിക്കുന്നത്. ശരിക്കും KSRTC ബസ് ഇല്ല എന്നുള്ളത് നമുക്ക് വീഡിയോ ചെയ്ത ആരും തന്നെ സൺഡേയിൽ ബസ്സില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. KSRTC ബസ്സില്ലെങ്കിലും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നേരെ ബാലുശ്ശേരിയിൽ നിന്നും തലയാടുക്ക് വെച്ച് പിടിക്കുക. എഗരൂരെത്തി ഇപ്പം നമ്മൾ. അങ്ങനെ തലയാടുക്ക് എപ്പോഴും ബാലുശ്ശേരിയിൽ നിന്ന് ബസ് കിട്ടും. 20 രൂപയാണ് അങ്ങോട്ടുള്ള ടിക്കറ്റ് ചാർജ്.
എസ്റ്റേറ്റ് മുക്കിൽ നിന്നും നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു വേണം പോകാനാണ്. തലയാട് ബസ് അങ്ങോട്ടാണ്. ഇപ്പോൾ നമ്മൾ കാറിലോ ബൈക്കിലോ വരുന്നവരാണെങ്കിലും താമരശ്ശേരിയിൽ നിന്ന് വരികയാണെങ്കിലും അതുപോലെ തന്നെ ബാലുശ്ശേരിയിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് എസ്റ്റേറ്റ് മുക്കിൽ നിന്ന് തിരിഞ്ഞു പോകാനായിട്ട് കഴിയും. ഞാൻ സാധാരണ യാത്ര ചെയ്യുന്നത് ബസ്സുകളിലും ഓട്ടോറിക്ഷയും ബൈക്കിലും ലിഫ്റ്റൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇപ്പോൾ ഉള്ളത് തലയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തലയാട് നിന്നും വയലടയിലോട്ടൊരു ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ബസ് നമ്മൾ കാത്തിക്കാണ്, എപ്പോഴാണെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ പ്ലാൻ ബി. അപ്പം ഇതാണ് നമ്മുടെ വയലട ബസ്, ഒരു കുട്ടി ബസ്സാണ്. ഇതിലാണ് നമുക്ക് വയലടയ്ക്ക് പോകേണ്ടത്. അങ്ങനെ തലയാട് നിന്നും നമ്മുടെ ബസ് വയലടയിലോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ ബസ്സിലൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിമധ്യേ പറഞ്ഞു തരാം. ഇവിടുന്ന് തിരിഞ്ഞു പോകണം കേട്ടോ. ഇങ്ങോട്ടുള്ള റോഡേ ഒരു 1.5 റോഡാണ്. എന്ത് രസമാണെന്നറിയാം ഈ റോഡിലോട്ടുള്ള യാത്ര. മനോഹരമായ യാത്രയാണ് ഈ റോഡിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത്. ഇതാണ് അനിലേട്ടൻ. വളവുകളും തിരിവുകളും ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു റൂട്ടാണ് തലയാട് നിന്നും വയലടയിലുള്ളത്. വയനാടിക്ക് ഇതല്ലാതെ വേറൊരു റൂട്ടും കൂടി ഉണ്ട്. KSRTC ബസ് ഈ റോഡിനല്ല വരുന്നത്, അത് വേറെ റൂട്ടിലാണ് കേട്ടോ. തലയാട് നിന്നും നമുക്ക് വയലട വരെ 23 ഉറുപ്പ്യ ടിക്കറ്റാണ് വരുന്നത്. അപ്പം ടോട്ടൽ കൂട്ടുമ്പോഴേ നമുക്കൊരു കോഴിക്കോട് നിന്ന് വയലട എത്താൻ ഒരു 70 രൂപയൊക്കെ വരുന്നുള്ളൂ, 70-75 രൂപയെ വരുന്നുള്ളൂ. കുറഞ്ഞ ചിലവിൽ വയലടയിൽ പോയിട്ട് വരാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ബസ്സിലൂടെയുള്ള യാത്ര. അതിമനോഹരമായ കാഴ്ചകളും കാണാം. ബൈക്കും കാറൊക്കെ ഉള്ളവർ അങ്ങനെ പോകാം കേട്ടോ. മഴക്കാലമായാലേ ഈ വയലട വേറൊരു റേഞ്ചാണ്, വേറൊരു വൈബാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഗവിയും ഊട്ടിയൊക്കെ മാറി നിൽക്കും ഈ വയലടയുടെ ഭംഗിക്ക് മുന്നിൽ. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ കോട പെയ്തിറങ്ങുന്ന മനോഹരമായ കാഴ്ചകൾ കാണാം. കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന കാഴ്ച ഈ ബസ്സിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 അടി ഉയരത്തിലാണ് വയലട സ്ഥിതി ചെയ്യുന്നത്. വയലടയെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടാതെ നമ്മുടെ കമൻറ്റ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്നൊരു സംഭവം കാണാം, ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ശരിക്കും ഈ ഒരൊറ്റ ബസ് മാത്രമാണ് അവിടേക്ക് ട്രിപ്പ് സർവീസ് നടത്തുന്നത്. പിന്നെയുള്ളത് KSRTC ആണ്, രാവിലെയും വൈകുന്നേരം ഓരോ തവണ. പക്ഷേ ഞായറാഴ്ച വേറെ ബസ്സൊന്നുമില്ല, ഈ പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ. KSRTC അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ആരും തന്നെ ഞായറാഴ്ച അങ്ങോട്ട് സർവീസ് ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുമ്പോൾ എല്ലാം ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരും. എങ്ങനെ സ്ഥലത്തെത്താം, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ കാണാൻ കഴിയും, അതിൻ്റെ ടിക്കറ്റ്, അങ്ങനെ എല്ലാ ചാർജും നമ്മൾ പറഞ്ഞു തരും. എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കും. അതാണ് നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത.
ഈ ബസ്സിലൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിലെ ഈ ഡ്രൈവർ ചേട്ടൻ തന്നെയാണ് ഇതിലെ കണ്ടക്ടറും ക്ലീനറും ഒക്കെ. കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇതുണ്ടല്ല, ഇപ്പോൾ തന്നെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ടിക്കറ്റ് എടുത്ത് നമ്മൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങുമ്പം ചേട്ടൻ്റെ അടുത്ത് കൊടുത്ത് പൈസ കൊടുക്കുക, ചേട്ടൻ ടിക്കറ്റും കുറച്ച് തരും. അതാണ് പരിപാടി. ഫുൾ കോട നിറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ എന്തൊക്കെയാണാവോ കാഴ്ച കണ്ടറിയണം. നമ്മുടെ ഡ്രൈവർ ചേട്ടനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ വരുന്ന വീഡിയോസൊക്കെ പങ്കുവയ്ക്കാം. ഇപ്പം നമുക്ക് പരിചയപ്പെടാനുള്ള ടൈം കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ഈ ചേട്ടനെ പരിചയപ്പെടും ഈ യാത്രയിൽ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് വയലട. ഒരു ചെറിയ പെട്ടിക്കടയും വയലട സ്കൂളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങേണ്ടത്. സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. ആ റോഡിന് വേണം നമുക്ക് മുള്ളമ്പാറ വ്യൂ പോയിൻറ്റിലോട്ട് നടക്കാൻ. ഇവിടേക്ക് തലയാട് നിന്നും വരുന്ന ബസ്സിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, സമയവും കാര്യങ്ങളൊക്കെ. ഇതാണ് വയലട സ്കൂള്. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. ഇതാ ഈ റോഡ്. ഇതിലെയാണ് നമ്മൾ മുള്ളമ്പാറ വ്യൂ പോയിൻറ്റിലോട്ട് പോകേണ്ടത്. ഇതാ ഇങ്ങനൊരു ബോർഡൊക്കെ ഉണ്ട്. ഇതാണ് വയലട ജംഗ്ഷൻ. ഇവിടെ വരെയാണ് ബസ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് കുറച്ച് താഴോട്ട് ബസ് പോകും. ഇവിടെയാണ് നമ്മൾ വയലട വ്യൂ പോയിൻറ്റിലോട്ട് വരുന്നവർ ഇറങ്ങേണ്ടത്. ഇവിടുന്ന് നമുക്ക് ഒരു കിലോമീറ്ററിന് മുകളിലോട്ട് നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു പാർക്കും മണിച്ചേരി വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതാണ് വയലട സ്കൂൾ. നമ്മളപ്പം വയലടയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വ്യൂ പോയിൻറ്റിലോട്ട് നടക്കണം. എനിക്ക് റൂട്ടൊന്നും അറിയില്ല, നടന്നു നോക്കാം. ഈ റൂട്ടിന് പോകണമെന്നാണ് പറയുന്നത് ഇതിലെങ്ങനെ. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു 9:30 ആയപ്പോഴത്തേന് എത്തി കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് 12:50 ഈ ബസ് തിരിച്ച് അങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്ക് നടന്നു നോക്കാം വ്യൂ പോയിൻറ്റിലോട്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഒരു 1.5 യാത്രയാണ്. ഒരുപാട് വളവുകളും തിരിവുകളും ഒക്കെ ഉള്ളൊരു യാത്ര. പിന്നെ കുറച്ച് നേരം വൈകിപ്പോയി. നമ്മൾ ആ രാവിലെ KSRTC കിട്ടാണ് കുറച്ചുകൂടി നേരത്തെ എത്തുമായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് പോയി നോക്കട്ടെ. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, നടന്നു നോക്കാം എന്തൊക്കെയാവും എന്തോ. നമ്മൾ വന്ന ബസ് 9:05 തലയാട് നിന്ന് എടുക്കുന്നത്. ഒരു മനുഷ്യക്കുട്ടി പോലും ഇതിൽ നടക്കുന്നത് ഞാൻ കാണുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയാണ്. എന്താവോ എന്തോ, എനിക്കൊരു പിടുത്തമില്ലാത്ത സ്ഥലമാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒപ്പ കൂടിക്കോളി നിങ്ങളും. ഇതിൽ കുറച്ച് നടന്ന് കയറാനുണ്ട്. വണ്ടി കൊണ്ടൊക്കെ വരുന്നവർക്ക് എളുപ്പമാണ്. നമ്മളിതിന് ബസ്സിനൊക്കെയാണല്ലോ യാത്ര. പിന്നെ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് വേറൊരു അനുഭവമാണ്. നടക്കാൻ സുഖം കേട്ടോ. നല്ല കോൺക്രീറ്റ് ഇട്ട റോഡ്, പിന്നെ ടാർട്ടർ റോഡ്, അങ്ങനെ നല്ല സുഖമുള്ള റോഡാണിത്. ബൈക്കിലൊക്കെ വരികയാണ് സുഖം. കൊക്കോ ചെടിയാണ്. കൊക്കോ കായൊന്നുമില്ല. നമ്മളങ്ങനെ നടന്ന് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെയുടെ വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കാം. കുറച്ച് കയറാനുണ്ട്. ഇപ്പം നല്ല കോട നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ബേക്കിൽ നോക്കിയാൽ കാണാൻ കഴിയും.
മഴ കുറച്ച് കുറവുണ്ട്. എത്ര സമയത്തേതാണെന്ന് പറയാൻ പറ്റില്ല. രസ കോടമഞ്ഞൊക്കെ നിറഞ്ഞ് അടിപൊളി സ്ഥലം. ബേബി പൊറോട്ടയും ബീഫ് കിട്ടുമെന്ന് പറയുന്നു. കോടമഞ്ഞ് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു പിടുത്തമില്ല. ഫുൾ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. മഴക്കാലത്ത് വന്നാൽ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഊട്ടിയിലും ഗവിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. കോടയും മഞ്ഞൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇനിയുള്ളത് കുറച്ച് ട്രെക്കിംഗ് ആയ സ്ഥലമാണ്. കുറച്ച് കട്ടറുള്ള റോഡ്. നമ്മൾ ഇതുവരെ നടന്ന പോലെയല്ല ഇത്. വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു കയറണം. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ നാട് കുറേ പോകണ്ട. നമ്മൾ ഇതേപോലെ ഒറ്റയ്ക്കൊരു യാത്ര നടത്തിയിരുന്നു കേട്ടോ, കക്കാടംപൊയിൽ. അത് ഇതേപോലെ തന്നെ നല്ല അടിപൊളി ട്രെക്കിംഗ് പോയിൻ്റാണ്, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരൊന്ന് കയറി കണ്ടോളൂ. നമ്മുടെ ചാനലിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം ഈ വീഡിയോയുടെ അടിയിൽ. അപ്പോൾ കാണാത്തവർ അതൊക്കെ കയറി കണ്ടോളൂ കേട്ടോ. പെട്ടിക്കടയുണ്ട്. അങ്ങനെ നമ്മൾ വയലട വ്യൂ പോയിൻറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഇവിടേക്ക് വന്നപ്പോഴേ എനിക്ക് ചെറിയൊരു അബദ്ധവും പറ്റി. എനിക്ക് വഴി തെറ്റിപ്പോയി. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം.